നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിനൊരു വെറും ഒരു ആപ്പായിട്ട് പരിചയപ്പെടാവുന്ന ഒന്നല്ല. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു സെഷനിൽ വളരെ എളുപ്പത്തിൽ ഒരു ആപ്പായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ എന്താണ് ഈ ഗൂഗിൾ ലെൻസ് എന്നുള്ളതും അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വിവരണം നൽകുക എന്നുള്ളതാണ്. കാരണം ഗൂഗിൾ ലെൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് അതിന് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇതിന്റെ മറ്റു രീതിയിലുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അതിനൊരു സാങ്കേതിക വിദ്യ എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സാങ്കേതിക സങ്കേതം എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ മൊബൈലിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ഇതിന് പുറകില് ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോഴും നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവരുടെ എല്ലാ പ്രോഡക്ട്സും, ഒരുവിധം എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. എല്ലാ പ്രോഡക്ട്സും, അത്യാവശ്യം പ്രോഡക്ട്സ് ഒക്കെ അവരുടെ സക്സസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ജിമെയിൽ അക്കൗണ്ട്, അതായത് ഇമെയിൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ജിമെയിൽ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിലും ഒക്കെ ഗൂഗിൾ ഉണ്ട്. അപ്പൊ ഈ ഗൂഗിളിന്റെ പ്രോഡക്ട്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ അവരുണ്ടാക്കുന്ന ഒന്നല്ല. ഒരുപാട് ആളുകളുടെ, ഒരുപാട് എഞ്ചിനീയേഴ്സ് അല്ലാത്ത ആളുകളുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പേർട്സിന്റെ വിദഗ്ധ സമിതികളുണ്ട് ഓരോന്നിനും വേണ്ടിയിട്ട്. അത്തരം ആളുകളൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല ഏജൻസികൾ വഴിയൊക്കെ ആണ് നമുക്ക് ഇതൊക്കെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രൊജക്ട്സ് ഒക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗൂഗിൾ മാപ്സ് ആണെങ്കിൽ തന്നെ അത് വളരെ സങ്കീർണമായിട്ടാണ് അതിന്റെ പ്രവർത്തനം. അതുപോലെ തന്നെ ആ ഗൂഗിൾ മാപ്സിലേക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതും കൃത്യമായിട്ട് മാപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതും വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെയൊക്കെ R&Dയുടെ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ ലെൻസിനെ എങ്ങനെ നമ്മൾ മൂന്നാം കണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇത് ഒരു ആപ്പായിട്ട്, അല്ലെങ്കിൽ അതൊരു സാങ്കേതിക വിദ്യ ആയിട്ട് നമ്മൾ ഇവിടെ വെബിനാറിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് മറ്റുള്ള സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള ആപ്പുകളെ പോലെ വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വാട്സാപ്പും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഒക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഡാറ്റ എത്തിക്കുന്നതും, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുന്നതും, വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കുന്നതും, അതൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്രശാഖകളെ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ. അപ്പൊ ആ രീതിയിൽ അത്തരം ആപ്പുകളെ നമ്മൾ താരതമ്യം ചെയ്താൽ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിട്ടുള്ള, ഒന്നുകൂടി സങ്കീർണമായിട്ടെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മറ്റുള്ള ആപ്പുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പറയേണ്ടി വരും. അതിന് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു സാങ്കേതിക ശാഖയുടെ അതിന്റെ പല ആളുകളും, പ്രത്യേകിച്ച് അധ്യാപകർക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുന്ന ഒന്നായിരിക്കും മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. AIML എന്നൊക്കെ പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ച് സാങ്കേതിക വിഭാഗങ്ങൾ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അറിയുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ അറിയുന്ന കാര്യമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്. പിന്നീട് കേൾക്കുന്ന ഒന്നാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. പല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് എന്താന്ന് അറിയണം എന്നില്ല. അത് എന്താന്ന് അറിയുന്നതും കുറച്ച് എന്താ പറയുക, ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലൊന്നും ഇതിനെ പരിചയപ്പെടുന്നില്ല. നമ്മൾ ഗൂഗിൾ ലെൻസിന് വേണ്ടിയിട്ട്, ഗൂഗിൾ ലെൻസിന് വെറുതെ നമ്മളൊരു ആപ്പായിട്ട് പരിചയപ്പെടാതെ അത് എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ളത് പോലെ തന്നെ നിർമ്മിത ബുദ്ധി. നമുക്ക് എന്താണ് നമ്മളുടെ
മെഷീൻസിനെ, അതായത് നമ്മുടെ യന്ത്രങ്ങൾക്ക്, കമ്പ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾക്ക് എന്താണ് ഒരു കുറവായിട്ട് തോന്നുന്നത്? പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ നമ്മൾ പറയും, അയ്യോ അധികം നേരം ബാറ്ററി നിൽക്കുന്നില്ല എന്റെ ഫോണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് കറണ്ട് പോയാലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല, നമുക്കൊരു വൈദ്യുതി സോഴ്സ് വേണ്ട. അതൊക്കെ ഒരു ഇലക്ട്രോണിക് ഉപകരണം എന്നുള്ള രീതിയിൽ അതൊക്കെ അതിന്റെ കുറവുകളാണെന്ന് പറഞ്ഞാൽ അത് മറ്റ് സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്ര മേഖലകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് അതൊക്കെ മാറുന്നത്. അത്തരത്തിലല്ലാതെ എന്താണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരും കമ്പ്യൂട്ടറും തമ്മിൽ നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറുകൾക്ക് അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്, അതിപ്പോ നമ്മുടെ സ്മാർട്ട് ഫോണും ഒരു കമ്പ്യൂട്ടർ എന്ന് പറയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിവൈസിനെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല അല്ലെ. അപ്പം ആ രീതിയിൽ ഒരു കഴിവ് കൂടി നൽകുക എന്നുള്ളതിന്റെ ഒരു ശാസ്ത്രശാഖയായിട്ട് നമുക്ക് പറയാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI, അല്ലെങ്കിൽ മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് നമുക്ക് പറയാം. അപ്പം ആ രീതിയിലാണ് ഒരു മേഖല, ആ രീതിയിൽ നമുക്ക് അതിന്റെ റിസർച്ചുകൾ നടക്കുന്നു, അതിൽ കൂടി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞർ ഇതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ തന്നെ അതിന്റെ മറ്റൊരു ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത്. ആ പേരിൽ തന്നെ അതെന്താണെന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് ഗൂഗിൾ ലെൻസ് മാത്രമായതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിന്റെ രീതികളും അതെങ്ങനെയാണെന്നൊന്നും പറയാൻ പോകുന്നില്ല. വളരെ എളുപ്പത്തിൽ അതിന്റെ പുറകോട്ട് ഒക്കെയുള്ള രഹസ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു നമുക്ക് നമ്മുടെ യന്ത്രങ്ങൾക്കും നമ്മളെ പോലെ ചിന്തിക്കാൻ, മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് നൽകുക എന്നുള്ളതാണ്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു ഔട്ട്പുട്ട് തരുന്നത് അല്ലെ. നമ്മളൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്, പോസ്റ്റ് നമ്മളായിട്ട് ചിന്തിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഫീഡിലൊക്കെ അത് വരുന്നത് അല്ലെ. നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നതും മെസ്സേജ് അയക്കുന്നതും നമ്മളുടെ ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലെ. അതിന് പകരം കൃത്യമായിട്ട് നമ്മൾ സെൻസേഴ്സ് എന്നൊക്കെ പറയും അല്ലെ. നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ ഫാൻ ഓൺ ആവുന്നു, ലൈറ്റ് ഓൺ ആവുന്നു എന്നുള്ളതിനൊക്കെ പറയും അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു കാര്യം ജസ്റ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഫാൻ ഓൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ അല്ലെ. ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കെടുക്കാൻ പോകുന്നു, അപ്പൊ ആ റൂമിലാണ് നമ്മൾ ഉറങ്ങുന്നത്, അത് ബെഡ്റൂം ആണെന്ന് കരുതുക, നമ്മൾ ഉറങ്ങുന്നു, ഉറങ്ങിക്കഴിഞ്ഞാൽ ഫാനും ലൈറ്റും ഓഫ് ആവണം, ഉണർന്നിരുന്നാൽ ഫാനും ലൈറ്റും ഓൺ ആവണം, അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന സമയത്ത് ഓണം. അപ്പോഴാണ് കുറച്ചുകൂടി അത് മറ്റേത് നമുക്ക് വരും ഓട്ടോമേഷൻ എന്ന് പറയാം, ഓട്ടോമേറ്റഡ് ആണ് എന്ന് പറയാം. കുറച്ച് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാങ്കേതിക മേഖല, പ്രത്യേകിച്ച് IT മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഓട്ടോമേഷന്റെ കാലഘട്ടമാണ് ഇതൊക്കെ. നമ്മൾ എത്ര സ്കിൽഡ് ആണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ, ഒരാൾ ചെയ്യുന്ന കാര്യം ഒരു ദിവസം ഒരാൾ ചെയ്യുന്ന കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 ആളുകൾ ചെയ്യുന്നത് ഒരു മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഓട്ടോമേറ്റ് ചെയ്യുന്ന വേൾഡിൽ വന്ന ഒരു ചിന്തിച്ചുകൊണ്ട് മെഷീൻ തന്നെ ചിന്തിക്കുക, നമ്മൾ റോബോട്ട്സ് എന്ന് പറയും അല്ലെ. എല്ലാ റോബോട്ട്സിനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത്തരത്തിലൊക്കെ ചിന്തിക്കാനും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് വന്നു അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതൊക്കെ. അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, കഴിവ് കൊടുക്കുകയാണ്, അത് നമ്മുടെ യന്ത്രങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിലാവുമ്പോൾ മെഷീൻ ലേണിംഗ്, എങ്ങനെയാണ് ആ കഴിവ് നമുക്ക് കൊടുക്കാൻ കഴിയുക, എന്താണ് ചിന്ത എന്നൊക്കെ, അത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊരു അതിനെ കുറിച്ചൊരു വെബിനാർ ചെയ്യുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ പോകുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ പോവാതെ നമുക്ക് എങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുക, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന് പകരം നമ്മൾ ഒരു കാര്യം ദിവസേന ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം ചിലപ്പോൾ നന്നായിട്ടല്ല ചെയ്യുക, പിന്നീട് നന്നായി ചെയ്യാൻ പറ്റും അല്ലെ. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ആൾക്കാർ പറയും, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഭയങ്കര മോശമാണ് ഡ്രൈവിംഗ് എന്നൊക്കെ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ സ്ത്രീകൾ തന്നെ വലിയ ട്രക്കും ബസ്സുകൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. വളരെ വലിയ ബസ്സുകളും കാറുകളും ഒക്കെ അനായാസം ഓടിച്ചു പോകുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ഒരാൾക്ക് പെട്ടെന്ന് പേടി, അത് പുരുഷനോ സ്ത്രീക്കോ ഒന്നും ഇല്ല, എല്ലാവർക്കും ആ പേടി ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പറയും, ഇതൊക്കെ എനിക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, അയ്യോ എങ്ങനെ ചെയ്യുന്നു. പക്ഷെ സ്ത്രീകളൊക്കെ പുരുഷന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരൊക്കെ നന്നായിട്ടൊക്കെ വളരെ നന്നായി ഡ്രൈവ് ചെയ്യും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആദ്യം ഉണ്ടാവുന്ന ഭയമാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ക്ലച്ചും ഗിയറൊക്കെ പഠിച്ച് അതെങ്ങനെയാണ്, അത് നമ്മൾ അറിയുന്നില്ല. നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ അറിയുന്നില്ല നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതും ഗിയർ മാറ്റുന്നതും ആക്സിലേറ്ററും അതിന്റെ വേഗത നമ്മൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചിലപ്പോൾ കൊണ്ട് വണ്ടി ഓടിക്കുന്നു അല്ലെ. ആദ്യം 1-2 ദിവസങ്ങളിൽ അത് സാധിക്കില്ല. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും അത് വണ്ടി ഓടിക്കാൻ ഉതകുന്ന രീതിയിൽ ആരായാലും അതിന് സാധിക്കില്ല. അത് നമ്മുടെ എന്താ പറയാ, ബുദ്ധിയുള്ള ആളെന്നോ ബുദ്ധി കുറവുള്ള ആളെന്നോ വിവരമുള്ള ആളെന്നോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. അപ്പം
അത്തരം കാര്യങ്ങളൊക്കെ എത്ര എത്ര നന്നായിട്ട് ലോകത്ത് അറിയുന്ന കാര്യങ്ങളോ ഒരു മെക്കാനിക് ആണ്, അല്ലെങ്കിൽ ഒരു വണ്ടിയെ കുറിച്ച് എല്ലാം അറിയാം, തിയറിറ്റിക്കലായിട്ട് എല്ലാം അറിയാം. ഒരു വണ്ടി ഡിസൈൻ ചെയ്യാൻ അറിയാം, പക്ഷെ അത് ഓടിക്കാൻ അറിയണമെന്നില്ല. അപ്പം ആ രീതിയിൽ നിന്ന് ആരൊരാളായാലും അത് പഠിച്ചുകൊണ്ട് ദിനം പ്രതി ചെയ്തു വരുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുകയാണ്, ലേൺ ചെയ്യണം, അല്ലെ? ഇത് മനുഷ്യരുടെ കാര്യത്തിൽ. അപ്പൊ നമ്മൾ മനുഷ്യന്റെ ഒരു ബുദ്ധി, മനുഷ്യനെ പോലെ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പൊ അറിയാവുന്ന ഒരു കാര്യം, അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങളെ പഠിപ്പിക്കുകയാണ്. പല പല കാര്യങ്ങൾ ചെയ്യുക. അത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പഠിപ്പിക്കുക, ശരിയാണെങ്കിൽ ശരിയാന്ന് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു, നിങ്ങൾ എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മൾ ബിസിനസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതലുണ്ട്. അത് നമ്മുടെ മറ്റ് സാങ്കേതിക പഠനത്തിലും അല്ലാതെ തന്നെയുള്ള പഠനങ്ങളിലൊക്കെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ഒക്കെ ആയിട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കാര്യം. അതിൽ തന്നെ വ്യത്യസ്തമായിട്ട് നമ്മൾ ബിസിനസ് ആണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് എത്ര 14 ടെക്നിക്സോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അപ്പൊ ഓരോ മേഖല എടുത്താലും നിങ്ങൾക്ക് അതിലൊക്കെ പഠിക്കാനും അറിയാനും കുറെ കാര്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് യന്ത്രങ്ങളും, അല്ലെ? അപ്പൊ യന്ത്രങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സംവിധാനത്തിനെ അല്ലെങ്കിൽ അതിന്റെ ചില രീതികളെ പറയുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ മെഷീനിന് ഒരു ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുന്ന ഓട്ടോമേറ്റഡ് കാറുകളൊക്കെ അങ്ങനെയല്ല, സാധാരണ അങ്ങനെയല്ല. പക്ഷെ അതിൽ തന്നെ AI വെച്ചിട്ടുള്ള കാറുകൾ, ഗൂഗിളിന്റെ കാറുകളൊക്കെ ഉണ്ട്, അല്ലെ? അതൊക്കെ ഈ പറയുന്ന മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാറുകളാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ അത്ര കാര്യമായിട്ട് പറയുന്നില്ല. അത് മെഷീൻ ലേണിംഗിന്റെ താഴെയുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത്, കാരണം കമ്പ്യൂട്ടറുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താ അറിയാ, സീറോസ് ആൻഡ് വൺസ് ആണ് അറിയാം, അല്ലെ? കറണ്ട് ഉണ്ട്, കറണ്ട് ഇല്ല, കറണ്ടിന്റെ അഭാവം മാത്രമേ, കറണ്ടിന്റെ അഭാവം കറണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. അപ്പം ആ രീതിയിൽ അത് മാത്തമാറ്റിക്കൽ ആയിട്ട് എങ്ങനെ കാണുന്നു, കണക്ക് കൂട്ടലുകൾ എങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് ഉൾപ്പെടുത്തി എങ്ങനെ നമുക്ക് ഈ മെഷീനെ പഠിപ്പിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഡീപ്പ് ലേണിംഗിന്റെ ഒക്കെ ഭാഗം. അത് സാങ്കേതികമായിട്ട് കൃത്യമായിട്ട് അങ്ങനെ അല്ലെങ്കിലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ന്യൂറോൺസിനെ കുറിച്ച് അറിയാം, അല്ലെ? നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോൺസിനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ നമ്മളെല്ലാം ബുദ്ധി നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ട്, അല്ലെ? നമ്മൾ ഐൻസ്റ്റീന്റെ ബ്രെയിനിലൊക്കെ കൂടുതൽ മടക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇന്നത് തെറ്റാന്ന് പറയുന്നു. പല വാദങ്ങളുണ്ട്. IQ-നെ കുറിച്ച് പറയുന്നു, EQ-നെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് മനുഷ്യർക്കുള്ള കാര്യങ്ങളെ തന്നെ നമ്മൾ മെഷീൻസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ മെഷീൻ ലേണിംഗിന്റെയും ഡീപ്പ് ലേണിംഗിന്റെ ഒക്കെ സബ്സെറ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു കാര്യമാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂറോൺസ്, നമ്മളിപ്പോ റിഫ്ലെക്സ് എന്നൊക്കെ പറയും, നമ്മൾ തീ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും, അല്ലെ? ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മൾ അതിനായിട്ട് പെട്ടെന്ന് പ്രതികരിക്കും, അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള ബയോ കെമിക്കൽ മെക്കാനിസംസ് ഉണ്ട്, ഇലക്ട്രോ മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചെടുത്ത് ശാസ്ത്രജ്ഞരെ ഇത് നമ്മുടെ സാങ്കേതിക വിദ്യയില്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഇത് ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങളോട് ആരുടെയെങ്കിലും ചോദിക്കുവാണ് എങ്ങനെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഓടുന്നതെന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ക്യാമറ വെച്ച് ഓടുന്നതല്ല. ഒരുപാട് പുറകിൽ ഒരുപാട് കഥകളും കാര്യങ്ങളും കണക്കും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പം അതില് ഈ നമ്മൾ പറയുന്ന ഗൂഗിൾ ലെൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് എങ്ങനെയാണ് മൂന്നാം കണ്ണായി, അതായത് നമ്മൾ കാണുന്നത് പോലെ എങ്ങനെയാണ് ഗൂഗിൾ ലെൻസ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അതിന് പുറകിലെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണെന്ന് മനസ്സിലാക്കുക. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇതുപോലെ നമ്മളുടെ ശരീരത്തിലുള്ള പോലെ തന്നെ അതിന്റെ ആ ഒരു മോഡലില് നമ്മളുടെ ശരീരത്തിൽ എങ്ങനെയാണോ അത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ അത്തരത്തിലൊരു പ്രവർത്തനക്ഷമത ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്താ പറയാ അൽഗോരിതംസും, കമ്പ്യൂട്ടർ സയൻസിലെ അൽഗോരിതംസ്, അത് ചില കണക്ക് കൂട്ടലുകൾ എന്നൊക്കെ പറയാം, അതിന്റെ കണക്ക് കൂട്ടൽ രീതി എന്നൊക്കെ പറയാം. ആ രീതിയിലൊക്കെയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ട് എന്തിനാണ് മെഷീൻ ലേൺ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി പഠിക്കണം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ കമ്പ്യൂട്ടറിന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യം പറയും, ഇത് ശരിയാണോ ചോദിച്ചാൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയും. ചില കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും അത് ശരിയാണോ തെറ്റാണോ എന്ന്. അതിന് പകരം അത് തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവണം ഇത് ഇന്നതാണ് അല്ലെങ്കിൽ ഇത് ഇന്നതല്ല, ഇത് ശരിയാണ് തെറ്റാണെന്നല്ല. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഓർത്തു വെക്കുക, ഗൂഗിള് അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ഭാഗമായിട്ട് ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. അതിന്റെ
എന്താ പറയാ, നമ്മളതിന്റെ ഒരു കണക്ക് കൂട്ടലുകളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. അപ്പൊ ഇത് പറഞ്ഞു തരിക എന്ന് പറയുന്നതും മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ സാധാരണ ഒരാളെന്നുള്ള രീതിയിൽ നമ്മളത് എങ്ങനെ ഗൂഗിൾ ലെൻസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പറയാം, നമ്മളിപ്പോ ഒരു ഇല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലേനെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, അതിനെ പല ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. ആ വിഭജിച്ചിട്ട് ആ ഓരോ പിക്സൽസ് ഒക്കെ ആയിട്ട് വിഭജിക്കും. എന്നിട്ട് അത് കമ്പ്യൂട്ടറിന് അതിന്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും, അതിന്റെ ന്യൂറൽ നെറ്റ്വർക്സിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയിട്ട് അത് ഇന്ന ഇലയാണോ, ആ ഇലയിലെ കേടുപാടുകളുണ്ടോ, അതിൽ ഉള്ള ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലൊരു നിറം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പാറ്റേൺ മാച്ചിങ് എന്ന് പറയും. ആ പാറ്റേൺ ഒക്കെ മാച്ച് ചെയ്തിട്ട് അത് ഇന്ന കാര്യമാണെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ കുറെ ഇതിന് പുറകിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ അറിയുന്ന ടെസ്ല കാറുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ അവര് ഗൂഗിൾ വേമോ എന്ന് പറയുന്ന അവരുടെ ഗൂഗിളിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ്. അതുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത്തരത്തിലെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇന്ത്യൻ റോഡുകളല്ല, പുറം രാജ്യങ്ങളിലെ ചില നല്ല റോഡുകളുള്ള രാജ്യങ്ങളിലൊക്കെ ടെസ്ലയിലൊക്കെ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം. നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്ന പോലെ ടെസ്ല തന്നെ ആ കാറ് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകും. കാർ ഓടിക്കാൻ അറിയാത്ത ഒരാൾക്ക് പോലും അതിനകത്ത് ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പൊ ഈ ഗൂഗിൾ ഓൺ ചെയ്യുന്ന വേമോ എന്ന് പറയുന്നതിലും ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഗൂഗിളിന്റെ ഭാഗമാണ്. അപ്പോൾ ഗൂഗിൾ അവിടെ നൽകുന്നൊരു സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് ഉണ്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ സിരി എന്ന് പറയുന്ന നമ്മളുടെ ആപ്പിൾ ഫോണുകളിൽ കാണുന്ന, ഐഫോണുകളിൽ കാണുന്ന ഒന്നുണ്ട്. പിന്നെ ബിക്സ്ബി എന്ന് പറയുന്ന ഒന്നുണ്ട്, അലക്സയുണ്ട്, കോർട്ടാനയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോണിന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ തിരിച്ചത് നമ്മൾ ഉത്തരം പറയും. നമുക്ക് ഗൂഗിളിന്റെ ഇതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റിനെ നമുക്ക് ഇത്തരത്തിലുള്ള വെബിനാർ പരിചയപ്പെടാമായിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതിക പ്രശ്നം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അതിനോട് അതിനോട് പ്രതികരിക്കണം എന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരേ ഫോണിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് നമുക്കൊരു വഴിയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനും പരിചയപ്പെടാം ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സർവീസിന്. കാരണം നമ്മൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോണുകളാണ് മിക്ക ആളുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിലുള്ള ഒന്നാണ് ഗൂഗിൾ അസിസ്റ്റന്റ്. അടുത്ത കാലത്ത് തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് നമ്മളുടെ ഭാഷ മലയാളവും മനസ്സിലാക്കിയിരുന്നു. അപ്പൊ സ്പീച്ച് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്സിന്റെയും കാര്യങ്ങളും ഒക്കെ കുറെ കാര്യങ്ങളുണ്ട് സങ്കീർണമായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം വളരെ പ്രശസ്തമായിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിമിനെ ഒരു ബോട്ട്, അതായത് കമ്പ്യൂട്ടർ നിർമ്മിതമായിട്ടുള്ള ഒരു റോബോട്ടിനെയാണ് ബോട്ട് എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടറിൽ മാത്രം നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ബോട്ട് ഒരു ഗെയിം കളിച്ച് വിജയിച്ചു. അത് സങ്കീർണമായിട്ടുള്ള ഗെയിമാണ്. ആ ഗെയിം കളിച്ച് വിജയിച്ചു. അപ്പൊ അന്ന് ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ പുറകില് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. പിന്നെ ഓപ്പൺ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കേതിക ഇത് ഉപയോഗിച്ചിട്ട്, അതൊരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതം ആണ്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പാട്ടുകൾ കമ്പ്യൂട്ടർ തന്നെ അത് കമ്പോസ് ചെയ്ത് തരും. ഒരു 4 മിനിറ്റോളം വരുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ യേശുദാസ് പാടുന്ന പോലെ പാട്ടുകൾ വേണോ, അല്ലെങ്കിൽ കമ്പോസർ ആണെങ്കിൽ അങ്ങനെ കമ്പോസ് ചെയ്യുന്ന നമ്മളുടെ ലെജൻഡ്സ് ആയിട്ടുള്ള കമ്പോസേഴ്സിന്റെ സംഗീതം എന്ന് പറയാം, പാട്ടല്ല സംഗീതം എന്നാണ് പറയാൻ. സംഗീതം നമ്മൾ കേൾപ്പിച്ചു കൊടുത്ത് അത് പഠിച്ചെടുത്ത് അത്തരത്തിലുള്ള സംഗീതം റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് നമ്മളുടെ ലോകത്ത് നിന്ന് നിലനിൽക്കുന്നത്. അതിലൊന്നാണ് ഓപ്പൺ എ എന്ന് പറയുന്ന ഒരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് പഠിച്ചെടുത്തുകൊണ്ടാണ് അത്തരത്തില് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം പാട്ടുകളൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നതും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന 2 ആപ്പുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുള്ള മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പോലെ തന്നെ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ നൽകേണ്ടി വരും. അപ്പൊ സാങ്കേതികമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ന്യൂറൽ ന്യൂറൽസിന്റെ ഒരു ശൃംഖലയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അത് ഡീപ്പ് ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഗൂഗിൾ ലെൻസ് പ്രവർത്തിക്കുന്നതെന്നാണ്. അപ്പൊ ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്പ്.
നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ലെൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം കുറച്ചു കാലത്തിന് ശേഷം ഗൂഗിൾ എന്ത് ചെയ്യുന്നു, ഗൂഗിളിന്റെ ഫോണുകളിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയെ അവർ നൽകിയിരുന്നുള്ളൂ. നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുശേഷം അവര് ഗൂഗിൾ ക്യാമറയുടെ ഒപ്പം നൽകി തുടങ്ങി. അതിനുശേഷം നമുക്ക് നമ്മളുടെ എല്ലാ ഫോണുകളിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ 2018 ശേഷം അവരത് നൽകി. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ ഫോണിലും ഇത് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് ചില ഫോണുകളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് ഒട്ടുമിക്ക ഫോണുകളിലും ഇത് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗൂഗിൾ ലെൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഗൂഗിൾ ലെൻസിലേക്ക് ഇങ്ങനെ ഗൂഗിൾ ലെൻസ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണില് ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ലെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ലെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് ലഭിക്കും. ഗൂഗിൾ ലെൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ഗൂഗിൾ ലെൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം എന്റെ ഫോണിൽ ഇത് ഓൾറെഡി ഗൂഗിൾ അസിസ്റ്റന്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതുവഴിയാണ് നോക്കുന്നത്. അതല്ലാതെ തന്നെ ഈ ഫോണിലെ ക്യാമറയിലും ഗൂഗിൾ ലെൻസ് ഇന്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അത്തരത്തിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അത് ഇൻവോക്ക് ആവും. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? ഓക്കെ. ടീച്ചർ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല എന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഗൂഗിൾ ലെൻസ് ഞാൻ ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വരുമായിരിക്കും. അത് ഗൂഗിളിൽ നിന്ന് സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് മറ്റൊരു വെബിനാറിൽ നോക്കാം. അപ്പം എന്റെ ഫോണിൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് താഴെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് വരുന്നത്. അപ്പൊ ഞാൻ നോക്കും മലയാളമാണ് ഞാൻ എൻ്റെ ഗൂഗിൾ അസിസ്റ്റന്റിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഗൂഗിൾ അസിസ്റ്റന്റ് ഞാൻ പറയുന്ന മലയാളം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരുന്നത് കാണിക്കുന്നത് കാണാം അല്ലെ? അപ്പം ഞാൻ മലയാളമാണ് എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മലയാളം മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ല നമ്മളുടെ ഇന്നത്തെ വിഷയമെങ്കിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ. ഹലോ, സുഖമാണോ? അടിപൊളി. ഒരുപാട് രസകരമായ കാര്യങ്ങൾ, വളരെ രസകരമായിട്ട് നമ്മളോട് സംവദിക്കുന്നതായിട്ട് കാണാം. ഇത് മലയാളമാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷാണ്, മറ്റ് ഏതെങ്കിലും ഒരു ഭാഷയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷ ഉപയോഗിക്കാം, ആ ഭാഷയിൽ നോക്കാം. അപ്പം നോക്കൂ, അടിപൊളി, ഒരുപാട് രസകരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാട് ഡീപ്പ് ലേണിംഗിന് ശേഷം ആദ്യ സമയത്ത് ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് വന്ന സമയത്ത് ഇത്ര നന്നായിട്ട് നമ്മളോട് പറഞ്ഞത് ഇത് നമുക്ക് നോക്കൂ, അടിപൊളിയെന്ന് നോക്കാം. വളരെ അതിന് ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ തന്നെ വളരെ എന്താ പറയാ കുറച്ചുകൂടി ഫോർമലായിട്ട് നമുക്ക് സംസാരിക്കാം നമ്മളോട്. പക്ഷെ നമ്മളോട് മനുഷ്യർ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളർന്നതെങ്കിൽ അതൊരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, പല കാര്യങ്ങളും പഠിക്കുന്നതാണ്. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് വന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഫോട്ടോസൊക്കെ ഇതിൽ ഞങ്ങൾ ഈ ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ആക്കുന്ന ചില സമയത്ത് പറയുന്നത്, ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ പറയുന്നത്, മനുവേട്ടൻ ചോദിക്കുമ്പോൾ വേറെ രീതിയിലാണോ പറയുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതായത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന അനുസരിച്ച് ഇതിൽ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനുള്ള ഉത്തരങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോ താഴെ ഉണ്ടോ, ഇതിന് താഴെ ഭക്ഷണം കഴിച്ചു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അത് ഞാൻ എപ്പോഴും പുതിയ വിവരങ്ങൾ ശേഖരിച്ച് ഇവിടെ ഫുള്ളായിട്ട് ഇരിക്കുക അല്ലെ. ഇതിനു മുൻപൊന്നും ഇത്തരത്തിലായിരുന്നില്ല ഇത് സംസാരിച്ചിരുന്നത്. അപ്പം ആ രീതിയിൽ ഇത് വളർന്നു. ഇത് ഡീപ്പ് ലേണിംഗിന്റെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു ചെറിയ കാര്യമല്ല, ആരെങ്കിലും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ല, ഇത് തനിയെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നിങ്ങൾ കുറെ ഇതിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിലേക്ക് ചില കാര്യങ്ങൾ മാറുന്നതായിട്ട് കാണാം. അപ്പൊ ഞാനിപ്പോ ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് എടുക്കുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഇങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ സെന്ററിൽ കാണുന്ന കളേഴ്സിന് തൊട്ടടുത്ത് ഒരു പടം കാണാം. അതാണ് നമ്മളുടെ ഗൂഗിൾ ലെൻസിന്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഐക്കൺ എടുത്തു, അപ്പൊ ഇങ്ങനെ എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കൂ, താഴെ നിങ്ങൾക്ക് കാണാം, താഴെ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഓപ്ഷനിലേക്ക് പോകുന്നതായിട്ട് കാണാം. ടെക്സ്റ്റ് ഉണ്ട്, സെർച്ച് ഉണ്ട്, അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ കാണാം. നമുക്ക് ആദ്യം ട്രാൻസ്ലേറ്റിനെ കുറിച്ച് പഠിക്കാം.
ഏറ്റവും ഉപകാരപ്പെട്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ വിഷ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ തന്നെ മറ്റൊരു ഭാഷയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തമിഴിലോ ഹിന്ദിയിലോ ആണ് ആ സൈറ്റ് അവൈലബിൾ ഉള്ളൂ, നിങ്ങൾക്കത് മലയാളത്തിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ആ വാർത്തയോ അല്ലെങ്കിൽ ആ ഒരു സൈറ്റോ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റും ഈ ഗൂഗിൾ ലെൻസും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന ഗൂഗിൾ വിഷ്വൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, എന്റെ മുമ്പിൽ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ആ പുസ്തകം ചലച്ചിത്ര പഠനങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ ഡിറ്റക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഡിറ്റക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്കാണ് തർജ്ജമ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോ ഡിറ്റക്ട് എന്ന് കൊടുത്താൽ അത് മലയാളം ആണെങ്കിൽ മലയാളം കണ്ടുപിടിക്കും. അല്ല, നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി, ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലാവില്ല, തെലുങ്കും കന്നഡയും എഴുതി കഴിഞ്ഞത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവില്ല. മേ ബി തമിഴ് മനസ്സിലാവും, പക്ഷെ തെലുങ്ക് കന്നഡയൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ രീതിയിൽ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ തെലുങ്ക് സംസാരിക്കുന്ന കന്നഡ സംസാരിക്കുന്ന സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്താണ് പോയിരിക്കുന്നത് വിചാരിക്കുക. അവിടെ ചിലപ്പോൾ ഇത്തരത്തിലൊരു ലിപി ഉണ്ട്, ആ ലിപി എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇന്ന ഭാഷയിൽ നിന്ന് ഇന്ന ഭാഷ എന്നാണ് ആ ബോർഡ് നമുക്ക് തർജ്ജമ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ഡിറ്റക്ട് എന്ന് പറഞ്ഞ മോഡിലിടാം. അപ്പൊ ഗൂഗിൾ ലെൻസ് അത് കണ്ട് അതിന് മുമ്പുള്ള വസ്തുക്കളിൽ നിന്ന് അത് വായിച്ചെടുത്തത് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ മലയാളത്തിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഉള്ളത് ചലച്ചിത്ര പഠനങ്ങൾ എന്ന് പറയുന്ന പ്രൊഫസർ പത്മനാഭ രാമചന്ദ്രൻ നായരുടെ പുസ്തകമാണ്. അത് മലയാളത്തിലാണ്. അപ്പൊ ഞാൻ ഓട്ടോ ഡിറ്റക്ട് ആണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അപ്ലൈ കൊടുത്തു, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഉണ്ട്. ഈ നോക്കൂ, ചലച്ചിത്ര പഠനങ്ങൾ എന്നാണ്, കണ്ടോ, ഇത് വായിക്കുവാണ്. ഇത് വായിച്ച് ഇത് ഞാൻ ട്രാൻസ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഞാൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുവാണ്. കണ്ടോ, ഇത് ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. കണ്ടോ, ഇത് ശരിക്കും എന്തായിരുന്നു, ചലച്ചിത്ര പഠനങ്ങൾ എന്നുള്ള ഒന്നായിരുന്നു. അത് അതായത് ചലച്ചിത്ര പഠനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. അത് നമ്മൾ മാറ്റി മലയാളത്തിൽ നിന്ന് നമ്മൾ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പുസ്തകം നോക്കാം. അപ്പോൾ ഈ ഒരു പുസ്തകം നമ്മുടെ കൃഷ്ണമൂർത്തി സാറിന്റെ പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ അതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾക്ക് ഒരു ചെറിയൊരു അത് വായിക്കുന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ ഞാനത് ട്രാൻസ്ലേറ്റ് എടുക്കുവാണ്. ട്രാൻസ്ലേറ്റ് എടുത്തു. അപ്പൊ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് എന്നാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഞാനത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് ടു മലയാളം എന്നാക്കുക. ഇംഗ്ലീഷ് ടു മലയാളം എന്നാക്കുകയാണ്. നോക്കൂ, ഇപ്പൊ ഇത് വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ മലയാളത്തിലേക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ്. അതായത് വളരെ ലൈവായിട്ട് വിഷ്വലി അത് കണ്ടോ, അത് ഒക്കെയാണ്. ഇത് കൃത്യമായിട്ട് മലയാളം ആവണം എന്നില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതൊരു ഫിലോസഫി ബുക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് നോക്കൂ, അത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഉണ്ടോ, നിങ്ങൾ ഇത് കൃത്യമായിട്ട് അതിന്റെ എന്താ പറയാ തർജ്ജമ അത്ര കൃത്യമാവണം എന്നില്ല. അത് നമ്മളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എത്ര നന്നാവുന്നു അത്ര അനുസരിച്ച്. അപ്പൊ ഇതൊക്കെ പല പല സർവീസ് ആയിട്ടാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ നമ്മൾ മലയാളം ടു മലയാളം കണ്ടോ, ഓട്ടോ ഡിറ്റക്ട് മലയാളം ടു നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇവിടെ നമ്മുടെ പത്രവാർത്തയൊക്കെ മാറി. അത് നമ്മൾ കൃത്യമായിട്ട് അതിന് സമയം കൊടുത്ത് കൃത്യമായിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് മാറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോർഡൊക്കെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് എന്നുള്ള ഈ ഒരു സങ്കേതം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ എടുത്ത ഫോട്ടോകൾ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള കാര്യം ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യാറുള്ള ചില കാര്യമാണ്. ഇപ്പൊ എന്റെ ചില തമിഴ് സുഹൃത്തുക്കള് തമിഴ് സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അത്ര നന്നായിട്ട് തമിഴൊന്നും വായിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഈ ഒരു ഗൂഗിൾ ലെൻസിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസ്
നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു പുസ്തകത്തിന്റെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ ഫോട്ടോ എടുത്തു വെച്ചതോ നിങ്ങളൊരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള ഒന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ തമിഴിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ സ്റ്റാറ്റസ് കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ ലെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ട്രാൻസ്ലേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് അതിന് പകരം മലയാളം ആണെങ്കിൽ കണ്ടോ ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫോണിലുള്ള ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസൊക്കെ ആരെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഞാൻ ടെക്സ്റ്റ് എന്നുള്ള എടുത്തു, ഇതിന് മുകളിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇത് തന്നെയാണ് വേണ്ടത്. ഞാൻ സെന്ററിലെ ആ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ സെലക്ട് ഓൾ ടെക്സ്റ്റ് എന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അതിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അയക്കാനായിട്ട് അത് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ മലയാളം ആണെങ്കിലും ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോ ഇതാണ് എടുത്തത്, കണ്ടോ, ചലച്ചിത്ര പഠനങ്ങൾ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന ഈ ഒരു ഇത് നമുക്ക് ലഭിച്ചു. കോപ്പി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരിടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു വാർത്തയൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ നിങ്ങൾക്ക് റീഡ് ചെയ്തിട്ട് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് ചില സമയത്ത് ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. അത് ചില ഫോണ്ടുകളുടെ ഭാഗമായിട്ട് ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. അപ്പൊ നമുക്ക് ഒരു ഇതെടുക്കാം. ഓക്കെ, ഇത് ഒരുപാട് ഇതുണ്ട്. അപ്പൊ സെർച്ച് ചെയ്യുന്നതിൽ തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് എടുക്കാം. ഇതിപ്പോ നമുക്ക് മുകളിലുള്ള ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പൊ മണ്ഡലകാലം ശബരിമല നട തുറക്കുന്നുള്ള ആ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ ഒരാൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്നൊക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഫോട്ടോ എടുത്ത് നൽകുന്നില്ല. സൂം ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പൊ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ടെക്സ്റ്റ് ആയിട്ട് അയക്കാൻ നല്ലതാണ്. പക്ഷെ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അധ്യാപകർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ടെക്സ്റ്റ് അതിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അടുത്ത സെർച്ച് എന്നുള്ളത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഏതൊരു സ്ഥലം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഷ്, അതായത് ഒരു വിഭവം, ആഹാര വിഭവം ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആ ഒരു ആഹാര വിഭവമൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്, അത് എവിടെ ലഭിക്കും, അല്ലെങ്കിൽ അതിനുള്ള റെസിപ്പി വരെ അത് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നോക്കൂ, ഞാൻ ഈ പുസ്തകമാണ്, അപ്പൊ എനിക്ക് ഈ പുസ്തകമാണ് വാങ്ങേണ്ടത്. അപ്പൊ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ എടുത്തു. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ബ്ലൂ ഡോട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നീല കുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു പോയിന്റ് കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ കാര്യമായിട്ട് അതിന് മനസ്സിലാവുന്ന എന്തോ ഉണ്ട് എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ഡോട്ടുകൾ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ടാപ്പ് ഷട്ടർ ബട്ടൺ ടു സെർച്ച് എന്നുണ്ട്. അപ്പൊ ഞാൻ താഴെയുള്ള ബട്ടൺ ടാപ്പ് ചെയ്തു. നോക്കൂ, ടാപ്പ് ചെയ്തപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യും അല്ലെ. ഗൂഗിളിൽ ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് ചലച്ചിത്ര പഠനങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ ബുക്കോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ QR കോഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കൂ, ഇവിടെ സെർച്ച് റിസൾട്ട് വന്നു. ആ സെർച്ച് റിസൾട്ട്സിൽ നോക്കൂ, ഇവിടെ മോർ റിസൾട്ട്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ട്സ് വരും. ഇവിടെ നോക്കൂ, ഫ്ലിപ്കാർട്ടിൽ ഈ പുസ്തകം ലഭ്യമാണ്. അപ്പൊ നമുക്ക് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ്, 150 രൂപയാണ്, ഇത് തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ വാങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പുസ്തകം കണ്ടാൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ അതിന്റെ പേര് ടൈപ്പ് ചെയ്യാതെ തന്നെ ഇത് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കൃഷ്ണമൂർത്തി സാറുടെ ഇതിനൊരു QR കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതേ പുസ്തകത്തിന്റെ QR കോഡാണ്. അപ്പം ആ QR കോഡ് കണ്ടോ, ഇത് QR കോഡ്, അതിൽ ISBN ഉണ്ട് അല്ലേ, ISBN ഉണ്ട്. അപ്പം ISBN അനുസരിച്ചിട്ട്
ഇത് മനസ്സിലാക്കി. ഇപ്പൊ നേരത്തെ നമ്മൾ മലയാളത്തിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. പക്ഷെ നോക്കൂ, ഇപ്പൊ ഇത് ആമസോണിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പുസ്തകം. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ സാധിച്ചത്? നമുക്ക് അതിന്റെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ, അപ്പോൾ QR കോഡ് ചെയ്യുമ്പോൾ അവിടെ ISBN ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ആ പുസ്തകം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പുസ്തകം ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കണ്ടോ, ഞാനിപ്പോ ഈ ഒരു പാണ്ടയുടെ ഫോട്ടോ എടുത്തപ്പോൾ കണ്ടോ, പാണ്ടയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് ഒക്കെ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് ഒക്കെ വന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ഫ്ലവറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇതുപോലെ സ്കാൻ ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പം ആ രീതിയിൽ ഇപ്പോൾ ഇതൊരു എക്സ്പ്ലോഷൻ ആണ്, നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇത് ശബരിമലയുടെ വന്നപ്പോൾ കണ്ടോ, ശബരിമല എന്നത് റീഡ് ചെയ്തു. അപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എക്സ്പ്ലോഷൻ അല്ല കൂടുതൽ അതിനെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഇത് പക്ഷേ നമ്മൾ അത്തരം ഒരു ഫോട്ടോ അല്ല എടുത്തത്, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ അതിനെ എക്സ്പ്ലോഷനായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നതായിരിക്കും. പിന്നെ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ടാബ് ഉണ്ട്. നിങ്ങൾക്ക് ഹോംവർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഹോംവർക്സും വർക്ക്ഔട്ട് ആവില്ല. ലാബറിന്റെയിലും ബിഗൈഡിലൊക്കെ കിട്ടണതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെർച്ച് തന്നെയാണ്, ബേസിക്കലി സെർച്ച് തന്നെയാണ് ചെയ്യുന്നത്. സെർച്ച് ചെയ്തിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നൽകുന്നതായിരിക്കും. ഷോപ്പിംഗ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഷോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അത് അത്ര ക്ലിയർ ആവണമെന്നില്ല. ഇപ്പൊ ഏതെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇതാണെങ്കിൽ നിങ്ങൾക്കത് സ്കാൻ ചെയ്യാം. ഓക്കെ, സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകൾ വരും. ആ ലിങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കുകളിലേക്ക് എത്തി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസും ഉപയോഗിക്കാം. പ്ലേസസ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പ്ലേസസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നേരെ കാണിക്കുകയാണെങ്കിൽ അത് അതിന്റെ ആ ബിൽഡിംഗ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരേ സമയം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതായത് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ നിൽക്കുവാണ്, തൃശ്ശൂർ നിന്നുകൊണ്ട് സിറ്റി സെന്ററോ അതുപോലെ തന്നെ കുറച്ച് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്റർ, ഫിലിം തിയേറ്റർ, സിനിമാ തിയേറ്ററോ ഒക്കെ ഞാൻ അതിന് നേരെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഇതിലൂടെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എന്ന് ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മനസ്സിലാക്കിയതിനു ശേഷം അതിന് ചുറ്റുപാടുമുള്ള അത്തരം ഓബ്ജക്ട്സിന്റെ ഫോട്ടോസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതേ സമയത്ത് അവിടെ കാണുന്ന ആ ഒരു ഫോട്ടോയിൽ, അതായത് ആ ബിൽഡിങ്ങിൽ കാണുന്ന ബോർഡുകളൊക്കെ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഏത് ബിൽഡിങ്ങിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അത് നൽകുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഗൂഗിളിന്റെ പ്ലേസസ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ള ഡൈനിങ് എന്നുള്ളത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിലുണ്ടായിരുന്നു, ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഒന്നുമല്ല, സാമ്പാറിന്റെ പകുതി നമ്മുടെ സാധാരണ സാമ്പാർ തന്നെയാണ്. അപ്പൊ ഒരു സാമ്പാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ഡിഷിന് നമ്മൾ ഇതിപ്പോ കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ആവുന്നില്ല, പക്ഷെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസിപ്പീസ് വരെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പലതരത്തിൽ ഉണ്ടാക്കുന്ന, പല നാടുകളിലെ ആളുകൾ ഉണ്ടാക്കുന്ന ഫുഡ് കാണാൻ തന്നെ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പുറം രാജ്യങ്ങളിലുള്ള ഡിഷസ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് അത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇപ്പൊ ഓക്കെ, ഇത് സാമ്പാർന്ന് കണ്ടുപിടിച്ചു, അപ്പൊ സാമ്പാറാണ്, ബ്രാഹ്മിൻസിന്റെ ഇതാണെന്നൊക്കെ ഇപ്പൊ സെർച്ചിൽ വന്നതാണ്. പക്ഷെ അതിന് അല്ലെങ്കിൽ അതിന്റെ റെസിപ്പിയൊക്കെ ഇത് ഇവിടെ പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പൊ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ലെൻസ് എന്നുള്ളത്. ഈ ഗൂഗിൾ ലെൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ലേഷൻ ആണ് ആവശ്യമെങ്കിൽ ആ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കാനോ മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലാക്കാനാണ് കുറച്ചുകൂടി എളുപ്പം. കൃത്യമായിട്ടുള്ള ഗ്രാമർ ആയിരിക്കണം എന്നില്ല, എങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഗൂഗിൾ മാപ്സ്, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ്, ഇതൊക്കെ ഒരു ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ന്യൂറൽ നെറ്റ്വർക്ക്സും ഇതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ തമ്മിൽ മനസ്സിലാക്കി പഠിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പൂവിനെ കണ്ടു അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കണ്ടു, അത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ കൂടിയാണ് ഗൂഗിൾ ലെൻസ്. വളരെ സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൂടിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഹലോ, പറയൂ. വോയിസ് ഡിറ്റക്ഷൻ ഇല്ലല്ലോ ഇതില്? വോയിസ് ഡിറ്റക്ഷൻ ഇതിനകത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വോയിസ് അസിസ്റ്റന്റില് അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിൽ നമ്മൾ വോയിസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും നിങ്ങൾ സംസാരിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷെ ഗൂഗിളിന്റെ വോയിസ് ട്രാൻസ്ലേഷൻ അത്ര മികച്ചതായി വന്നിട്ടില്ല ഇപ്പോഴും. എല്ലാറ്റിലും ചില കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ സ്പീച്ച് പ്രോസസ്സിംഗ് അത്ര നന്നായിട്ടില്ല. പക്ഷെ ഗൂഗിളിന്റെ സ്പീച്ച് പ്രോസസ്സിംഗ് API ഇപ്പോ ഗൂഗിളിന്റെ ചില സർവീസസിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ ക്ലൗഡ് സർവീസസിന്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കത് ലഭ്യമാക്കുന്നുണ്ട്. നമുക്കതിന് വേണമെങ്കിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഡെവലപ്പേഴ്സിന്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊന്നും കാര്യമായിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ ഗൂഗിൾ അത് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഇത്ര ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിക്കാം. ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ഹായ്, ഹലോ, നമുക്ക് രീതിയിലാണ് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ എപ്പോഴും പുതിയ അറിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതതിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തില് നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇത്തരത്തിലൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിന് തുടരെയായിട്ടുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള സംവാദങ്ങളൊക്കെ ഇതിൽ സാധ്യമാണ്. അത് എല്ലാ ചോദ്യവും നിങ്ങൾ എത്രത്തോളം ഇതിനെ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ വോയിസ് അസിസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ തർജ്ജമ ചെയ്യാനും നമുക്കത് ഇതിൽ തർജ്ജമ ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. ഞാൻ മലയാളത്തിലായതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ട്രാൻസ്ലേഷൻ സാധ്യമാണ്. ഈ ചില കാണില്ലേ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ഒരു വോയിസ്, ഇങ്ങനെ എന്തോ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ട്രാൻസ്ലേറ്റ്. ഓക്കെ, ഇത് ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. എനിക്ക് ഹിന്ദി അത്ര വലിയ വശമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരാള് ഹിന്ദി ഒരു പ്രൊഡക്റ്റ് വാങ്ങി. ഞാനല്ല പ്രൊഡക്റ്റ് വാങ്ങിയത്, പക്ഷെ എനിക്ക് ഒരാൾ അയച്ചു തന്ന, എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ആ പ്രൊഡക്റ്റ് വിറ്റ ആൾക്ക് ആ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതിലോ ഒരെണ്ണത്തില് അവർക്ക് റിവ്യൂ വേണം, എന്റെ റിവ്യൂ വേണം. പക്ഷെ ഞാനല്ല വാങ്ങിയത്. അത് എനിക്ക് സാങ്കേതികമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഞാനാണെന്ന് കരുതി അവരെന്നെ വിളിച്ചപ്പോൾ ഹിന്ദിയാണ്. എനിക്ക് മനസ്സിലാവും, എനിക്ക് തിരിച്ച് പറയാറില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അപ്പൊ എനിക്ക് ഹിന്ദി മനസ്സിലാവുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഹിന്ദിയിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് ടെക്സ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പൊ അവര് ഹിന്ദിയിലാണ് അവര് എനിക്ക് ടൈപ്പ്, അതായത് ഇംഗ്ലീഷില് ഹിന്ദി, മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ ഹിന്ദി ടൈപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്തു. ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് അവർക്ക് ആ വാട്സാപ്പ് ചാറ്റിൽ അയച്ചു കൊടുത്തു. ഇതിപ്പോ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പൊ അത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ട്രാൻസ്ലേറ്റ് മലയാളമാണ്. അത് മാറ്റിയിട്ട് ഞാൻ ഹിന്ദി ആക്കുവാണെങ്കിൽ, ഇത് തെറ്റാണെങ്കിൽ അതിനൊക്കെ വലിയ അക്രമമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് തെറ്റാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഹിന്ദിയിലേക്കോ തമിഴിലേക്കോ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ വോയിസ് അത് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിങ്ങൾക്ക് വോയിസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹലോ, സുഖമാ? ഓക്കെ, കണ്ടോ, ഹലോ എന്നുള്ളത് ഇവിടെ വന്നു. ഓക്കെ, നമസ്കാരം. അത് നമുക്ക് അറിയുന്നുണ്ട്, അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നിങ്ങൾക്ക്
ഇവിടെ എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വോയിസ് ഉപയോഗിക്കാം. അപ്പോൾ വോയിസ് ഉപയോഗിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന കാര്യം ശരിയാണോ എന്ന് നമുക്ക് അറിയില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം, നിങ്ങൾക്ക് ഹിന്ദി ആണെങ്കിൽ ആ ഹിന്ദി ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം, ആരെങ്കിലും ഹിന്ദി പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിപ്പോ എല്ലാ ആപ്പുകളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് വാട്സാപ്പിൽ വരെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഈ ഒരു ടൂളിൽ പോയതിന് ശേഷമാണ് ചെയ്യുന്നത്. അതിന് പകരം ഇത് എല്ലാ ടൂളിലും എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് ചെയ്യുന്ന ടൂളിൽ ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഴുതുകയോ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാം. പക്ഷെ സെർച്ച് ചെയ്യാനായിട്ട് ഇതിനകത്തല്ല സാധിക്കുക. പക്ഷെ ഇതിവിടെ നിന്ന് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിക്കാം. ക്യാമറ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന ലൈവ് അതായത് വിഷ്വൽ ട്രാൻസ്ലേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കോൺവെർസേഷൻ പറഞ്ഞിട്ട് ഒന്നുണ്ട്. അപ്പൊ ഹിന്ദി മലയാളമാണ്, നമുക്ക് മലയാളം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരാൾ ഇവിടെ സംസാരിക്കുന്നു, ഇതാണ് ഇപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പൊ നിങ്ങൾക്ക്, എനിക്ക് ഹിന്ദി അറിയില്ല, അപ്പോ ഇവിടെ ഇത് വരും, നിങ്ങൾക്കത് ഓക്കെ ഈ ഒരു ലാംഗ്വേജ് വെയറിന് ഇത് ഇല്ല എന്നാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും നമുക്ക് സംസാരിക്കാം. തിരിച്ചും ഇത് അതായത് ഹിന്ദിയിൽ പറയുന്ന കാര്യം മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ തർജ്ജമ ചെയ്യാനും നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാനും സാധിക്കും. അപ്പം ഈ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ലൈവായിട്ട് ഒരാൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ അറിയും. അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മലയാളത്തിന് ലഭ്യമല്ല, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ലഭ്യമായിരിക്കും. ഇത്തരത്തിലെ ഓക്കെ, ഇത് കേൾവിക്കുറവുള്ളവർക്കാണ്. അപ്പൊ അതായത് അവർക്ക് അത് നമ്മൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒപ്പം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ സമയത്ത് റിയൽ ടൈം ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ ഭാഗമാണ്. ഗൂഗിൾ ലെൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ സെർച്ചും അങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റന്റ് ഭാഗമായിട്ടാണ് സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അല്ലെങ്കിൽ സംവദിക്കാനായിട്ട് കഴിയുന്നത്. എന്തെങ്കിലും ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ ചില രസകരമായിട്ടുള്ള ഉത്തരവൊക്കെ ചില സമയത്ത് കേൾക്കാം. നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. ചില സമയത്ത് ഒരു പാട്ട് പാടാമോ, ഇതുപോലുള്ളത് ചില സമയത്ത് ഇത് പ്ലേ ചെയ്യും, പാട്ട് പാടുന്നതായിരിക്കും. ആ രീതിയിലുള്ള തമാശകളും ഒക്കെ നമുക്ക് പറയാം. ഒരു തമാശ പറയാമോ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള തമാശയായിരിക്കും. ഇതൊക്കെ പലരും ഇതുപോലെ ലേൺ ചെയ്ത് വിട്ടിട്ടുള്ളതായിരിക്കും. തമാശ എന്ന് കേൾക്കുമ്പോൾ ആ പാറ്റേൺ മാച്ച് ചെയ്തിട്ട് ഇത്തരത്തിലൊക്കെ പറയണം. ഇത് ബോട്ട്സ് എന്നാണ് പറയാ. ഇതൊരു വോയിസ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ സാറേ, നമുക്ക് നമ്മള് ഹാൻഡ് എഴുതിയത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എഴുതിയത് നമുക്ക് ഫോട്ടോ അങ്ങനെ വല്ലതും യൂസ് ചെയ്തുകൊണ്ട് അത് ഇതുപോലെ തന്നെയാണ്. അതായത് ഇപ്പൊ ടീച്ചർ എഴുതുന്ന ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ ഫോട്ടോ എടുത്തിട്ട് തർജ്ജമ ചെയ്യാം. പക്ഷെ അതിന്റെ പ്രശ്നം കൈയക്ഷരവും അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഫോൺസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ചില ആളുകളൊക്കെ അച്ചടിച്ച പോലെ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തർജ്ജമ ചെയ്യപ്പെടും, അല്ലാത്തത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ 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 അങ്ങനെ ഞാനൊരു ഇതിന്റെ അകത്ത് കേട്ടായിരുന്നു സാറേ. അപ്പൊ അതാ ചോദിച്ചത്. അങ്ങനെ അത് ഇത് തന്നെ പല ആപ്പുകളുണ്ട്. പക്ഷെ ശക്തമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് ഗൂഗിൾ ലെൻസ് ആണ്. ഇപ്പൊ ഈ ഗൂഗിൾ ലെൻസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ മാതൃഭൂമിയിലെ വാർത്തകളൊക്കെ എടുത്ത പോലെ തന്നെ നമ്മൾ എഴുതിയതും തീർച്ചയായിട്ടും അത് കൺവേർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ എഴുതുന്ന വാക്കുകളുടെ വടിവിലൊക്കെ വ്യത്യാസം ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ കൃത്യമായിട്ട് അതിന് മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. അതും ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻസ് ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എഴുതിയല്ലോ. അപ്പൊ ഞാൻ എഴുതുമ്പോൾ നമസ്കാരം എന്ന് എഴുതിയത് ഞാൻ വളരെ കൃത്യമായിട്ടല്ല എഴുതിയത്. അപ്പൊ
അത്തരം രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതേ എഞ്ചിൻ തന്നെയാണ് ഈ പറയുന്ന ഗൂഗിൾ ലെൻസിലും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കൈയക്ഷരത്തിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ നമസ്കാരം എന്ന് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിലൊന്നും വടിവത്ത രീതിയിലൊന്നല്ല ഞാൻ എഴുതിയത്, പക്ഷെ അതിന് നമസ്കാരം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ. പക്ഷെ അവിടെ ഒരു ചെറിയ ഗ്ലിച്ച് ഉണ്ടാവും. കൃത്യമായിട്ട് അതിന് മനസ്സിലാവണം എന്നില്ല, ഏകദേശം അത് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് ഏകദേശം അത്യാവശ്യം നന്നായിട്ട് കൈയക്ഷരമുള്ള ആളുകളുടെയൊക്കെ തീർച്ചയായിട്ടും ഇത് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കത് നമ്മുടെ വാട്സാപ്പിലൊക്കെ കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, പറയും. ഈ അലക്സയും അതേപോലെ ഗൂഗിൾ ലെൻസും തമ്മിൽ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ നമ്മള് വോയിസ് അതെ, വ്യത്യാസമാണ്? അത് നല്ലൊരു ചോദ്യമാണ്. നമ്മള് ഗൂഗിൾ ലെൻസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. കാരണം ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയിൽ വരെ ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാം അല്ലെ, സീനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാം. സ്കൈ ആണെന്നും പോർട്രേറ്റ് ആളാണെന്നും ഒക്കെ പറയാം അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന, അതുകൊണ്ടാണ് നമ്മൾ AI തുടങ്ങിയത്. ഇതൊക്കെ ഇതിന്റെ ആ ഒരു മേൽക്കൂരയ്ക്ക് താഴെയുള്ള കാര്യങ്ങളാണ്. അപ്പം ബിക്സ്ബി, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ ഓർ സിരി, കോർട്ടാന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഓരോന്നാണ്. ഒന്ന് അലക്സ എന്ന് പറയുന്നത് ആമസോണിന്റെ ആണ്, കോർട്ടാന എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ആണ്, ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ആണ്, സിറി എന്ന് പറയുന്നത് ആപ്പിളിന്റെ ആണ്. പലതരത്തിലുള്ള വലിയ ഭീമ കമ്പനികളുടെയാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ പേഴ്സണൽ അസിസ്റ്റൻസ് ആണ്. ചിലത് അതിന് പേഴ്സണൽ വോയിസ് അസിസ്റ്റന്റ് എന്ന് പറയും. വോയിസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കേട്ട് നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പൊ ഈ ഗൂഗിൾ ലെൻസും അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസും അലക്സയും ഗൂഗിൾ ലെൻസും സിരിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഗൂഗിൾ ലെൻസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഗൂഗിൾ ലെൻസ് ഒരു കണ്ണാണ്, അതിനെ കാണാനാണ് സാധിക്കുക. ആ ഒരു സർവീസ് മറ്റുള്ള കമ്പനികൾക്ക് വളരെ കുറവാണ്. ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന പോലെ ആ ഒരു സർവീസ് വളരെ കുറവാണ് മറ്റുള്ള ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിനും ഇതിനൊക്കെ. അതിനൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ശക്തമായിട്ടുള്ള സർവീസ് അല്ല. അപ്പൊ ഗൂഗിൾ ലെൻസിന്റെ പ്രത്യേകത അതൊരു കണ്ണാണ്. അതൊരു മൂന്നാം കണ്ണ്, തൃക്കണ്ണ് എന്ന് പറയുന്ന പോലെ ഇതൊരു കണ്ണായിട്ടാണ് പ്രവർത്തിക്കുക. ഇത് കാണുക, വസ്തുക്കളെ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിട്ടും വെർച്വൽ റിയാലിറ്റി ആയിട്ടും ഒക്കെ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഇത്രയും ഉത്തരം, അത് കാണുകയാണ്. അലക്സ എന്ന് പറയുന്നത് കേൾക്കുകയാണ്. അത് കേൾക്കുകയും നമ്മളോട് തിരിച്ച് സംസാരിക്കുകയും ചെയ്യും. ലെൻസിന് അത് സാധിക്കില്ല. അത് കാണുകയും അത് മനസ്സിലാക്കി അത് എന്താണെന്ന് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയൊക്കെ സാധിക്കും. അപ്പൊ അത് കണ്ണായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. മറ്റൊന്ന് പറയുന്നത് നമ്മളുടെ ഈ അലക്സ അല്ലെങ്കിൽ സിറി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗൂഗിൾ അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ പറയുന്ന വാക്കുകളോട് പ്രതികരിക്കുന്ന ഒന്നാണ്. അത് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അത് തർജ്ജമ ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അതിനെ ഇത് രണ്ടുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു വരികയാണ്. ഇതുപോലെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പല രീതിയിൽ ഇത് ഉപകാരപ്പെടുകയാണ്. അപ്പൊ അത്തരത്തിലൊരു ഇന്റഗ്രേഷൻ ആണ് ശരിക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇന്റലിജന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന കമ്പനികളൊക്കെ ഒരുക്കുന്നത്. അപ്പൊ ഗൂഗിളിന് കുറച്ചുകൂടി സാധ്യതകൾ ഏറെയാണ്. കാരണം ഗൂഗിൾ ലെൻസ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഗൂഗിൾ മാപ്സ് ഇവരുടെ എല്ലാ സർവീസസുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേത് കമ്പനിയേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതൊക്കെ ഇന്റർകണക്റ്റഡ് ആണ്. പക്ഷെ ലെൻസ് കാണാനും അലക്സ എന്നൊക്കെ പറയുന്നത് കേൾക്കാനും അതുപോലെ പ്രതികരിക്കാനും ഉള്ള ഒരു സംവിധാനമാണ്. താങ്ക് യു. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിനോട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം തന്നെ ഇപ്പൊ പറഞ്ഞു. മറ്റേത് വിസിബിൾ, ഇത് ഓഡിയോ എന്നും പറഞ്ഞു. അപ്പൊ ഈ റോബോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിയോ കേട്ടിട്ട് അതായിട്ട് ആക്ഷൻ തിരിച്ച് നമുക്ക് ചെയ്തു തരണം. അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. റോബോട്ട്സ് ഒക്കെ വരും. അല്ല, റോബോട്ട്സ് എന്ന് പറയുന്നത് റോബോട്ട്സിനെ നമുക്കൊരു ഗണത്തിൽ പെടുത്താനായിട്ട് സാധിക്കില്ല. റോബോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന യന്ത്ര മനുഷ്യൻ അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് റോബോട്ട്സിനെ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇല്ലാതെ പോകുന്ന ഒന്ന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ശേഷി, സ്വന്തമായിട്ട് ആലോചിക്കാനും ഓർമ്മകൾ, അതായത് നമ്മൾക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അന്ന് എടുത്ത തെറ്റും ശരികളും അത്തരം കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാനുള്ള ഒരു പവറാണ് വേണ്ടത്. അപ്പൊ അതാണ് ഇല്ലാത്തത്.
അപ്പം നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതും അനുസരിച്ച് പ്രതികരിക്കുന്ന റോബോട്ടുകളെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള യന്ത്ര മനുഷ്യരെ അല്ലെങ്കിൽ ചിട്ടി റോബോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ആ ഒരു സിനിമയുടെ ഒക്കെ ഇതെന്ന് പറയുന്നത് AI എന്ന് പറയുന്ന കോർ സബ്ജക്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഉള്ള നമുക്കറിയാം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമുക്ക് ചിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യം. കാരണം ഒരുപാട് പേശികളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അത്തരത്തിൽ ചിരിക്കാൻ കഴിയുന്ന വളരെ സുന്ദരിയായിട്ടുള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കി അത് നമ്മളുടെ സൗദി അറേബ്യയിലൊക്കെ ആ ഒരു റോബോട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് മാറുമ്പോൾ ഈ ഒരു റോബോട്ടിന് എല്ലാ രീതിയിലുള്ള മനുഷ്യരെ പോലെ ചലിക്കാൻ, മനുഷ്യരെ പോലെ പെരുമാറാൻ കഴിയുന്ന, അപ്പൊ പെരുമാറ്റം എന്ന് പറയുന്നതിൽ സംസാരമുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി പ്രതികരിക്കണം, പ്രതികരണ ശേഷിയുണ്ട്, ചിന്തിക്കണം, ഓർമ്മകൾ ഉണ്ടാവണം. അപ്പം ഇതൊക്കെ ഓരോ ശാസ്ത്രശാഖയുടെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ എന്താ പറയാ കണ്ടുപിടുത്തങ്ങളും ഇതിലേക്ക് വഴിതിരിക്കുന്നതാണ്. അപ്പം ഇത് ഈ ഒരു ഗൂഗിൾ ലെൻസ് കൊണ്ടുപോയിട്ട് റോബോട്ടിലേക്ക് പെട്ടെന്ന് അത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് നമുക്ക് നമ്മളോട് പ്രതികരിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഭാഷയിൽ സംസാരിച്ചും അതിനും അത് പ്രതികരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ റോബോട്ട് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. വളരെ സങ്കീർണമായിട്ടാണ് അതിന്റെ നിർമ്മാണവും അതിന്റെ പരിചരണവും. അതുകൊണ്ട് നമുക്കൊരിക്കലും അതിനെ അഫോർഡ് ചെയ്യാനും സാധിക്കില്ല സാധാരണ ഒരാൾക്ക്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്കിത് ഫോണുകളിൽ ലഭ്യമാക്കുകയാണ്. അപ്പോൾ ഫോണുകളിൽ നമുക്ക് എന്താ പറയാ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ആക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ തന്നെ ബിക്സ്പി എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ആ ബിക്സ്പിക്ക് ഓഫ്ലൈൻ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻഡ് എ മെസ്സേജ് ടു സ്റ്റേജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്സാപ്പിലാണെങ്കിൽ വാട്സാപ്പ് തുറന്ന് മെസ്സേജ് അയക്കണം എന്ന് അതിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മെസ്സേജ് അയക്കും. അത് ഇപ്പോഴും ലഭ്യമാണ്. അപ്പം നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഫോണുകളിലൊക്കെ അതുണ്ട്. അപ്പം അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റിലും അത് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ വാൾപേപ്പർ മാറ്റാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അഞ്ചു മണിക്ക് ഒരു അലാം സെറ്റ് ചെയ്യുക. ശരി, ഞാനത് ചെയ്യാം. ഓക്കെ. അപ്പോ ഇവിടെ അത് മനസ്സിലാക്കി, പക്ഷെ അത് തിരിച്ച് പറയാൻ അതായത് തിരിച്ച് അത് പ്രതികരിക്കുന്നത് അലാറങ്ങൾ കാണിക്കുക എന്നാണ്. അപ്പൊ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അലാംസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ഗൂഗിൾ അസിസ്റ്റന്റിനെയാണ്. സാംസങ് ബിക്സ്പി എന്ന് പറയുന്ന അസിസ്റ്റന്റിനെ നമ്മൾ പറയുന്ന അലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് പോയിട്ടൊരു അലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കും. അപ്പൊ ഒരു ആക്ഷൻ ആയി, അല്ലെ? അപ്പൊ യന്ത്രമനുഷ്യർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ അല്ലെങ്കിൽ റോബോട്ട്സിനെ പല രീതിയിൽ, ഇപ്പൊ കാർ പെയിന്റ് ചെയ്യുന്നത്, കാർ നിർമ്മിക്കുന്നത്, ശസ്ത്രക്രിയ ചെയ്യുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അതിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് പ്രതികരിക്കുന്ന റോബോട്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ മനുഷ്യരെ പോലെ പ്രതികരിക്കുന്ന ഒരു റോബോട്ട്. അത് ലോങ് റണ്ണിൽ മാത്രം സാധ്യമായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ അത്രയും യന്ത്രമനുഷ്യരിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികരിക്കുന്ന യന്ത്രമനുഷ്യരെ ഉണ്ടാക്കാം. അപ്പം യന്ത്രമനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യന്ത്രമനുഷ്യൻ സിമോ എന്ന് പറയുന്ന രീതിയിലുള്ള ആൻഡ്രോയിഡ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്നത് അത്തരത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു യന്ത്രമനുഷ്യൻ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്തരം സാങ്കേതിക വിദ്യകൾ വേണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം തന്നെയാണ് അത്തരത്തിലുള്ള റോബോട്ടുകൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് വരും കാലത്ത് സാധിപ്പിക്കുന്നത് ഒന്ന് അത് തന്നെയായിരിക്കും. ഇത് വളരെ വലിയൊരു വിഷയമാണ്. റോബോട്ടിക്സും അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയും അതുപോലെ തന്നെ മെക്കട്രോണിക്സും കെമിസ്ട്രിയും എല്ലാം, ഫിസിക്സും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ തർജ്ജമ ചെയ്യുന്ന സിസ്റ്റമായിട്ടും അതുപോലെ തന്നെ മാപ്സുമായിട്ടൊക്കെ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കാപ്പബിലിറ്റി വരുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ നമ്മളുടെ വിവരങ്ങളൊക്കെ കട്ടുകൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന പല വാർത്തകൾ കാണുന്നുണ്ട്, അല്ലെ? അവരിതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ഇത് മനസ്സിലാക്കി, നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ രീതികളും നമ്മുടെ ഭക്ഷണവും ഒക്കെ മനസ്സിലാക്കി നാളെ നമ്മളെ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മൾ പോകുന്ന വഴി കാണുന്ന ഹോട്ടലുകളിൽ ഇന്നതുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ന വിഭവം ഇന്ന ഹോട്ടലിലുണ്ടെന്ന് നമ്മൾ അതിനെ
അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, പക്ഷെ ആ രീതിയിലൊക്കെ മാറും. അത് സ്വയം ഗൂഗിൾ തന്നെ മാപ്പ് തന്നെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നൽകുന്ന പോലെ ഒക്കെ മാറും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫോണുകളിൽ വരുന്നത് റോബോട്ട്സിൽ നിന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇത് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മളെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ മെഷീൻ ലേണിംഗിന്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളുടെ ഡേറ്റയൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലാണ് ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നത്. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സും ഡീപ്പ് ലേണിംഗും ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ടാണ് കുറെ ഓബ്ജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ചോദ്യമുണ്ടോ? ഈ IoT ഉണ്ടല്ലോ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതില് ഗൂഗിൾ ലെൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? IoT എന്നൊക്കെ പറയുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ്. IoT എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ മൊബൈൽ ഫോണുകൾ തന്നെ എടുക്കുക. അപ്പൊ ഈ മൊബൈൽ ഫോണുകളിലൊക്കെ ഇന്റർനെറ്റ് ഉണ്ടെന്ന് അല്ലെ, നമ്മളൊക്കെ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രത്യേകിച്ച് പാൻഡമിക് സിറ്റുവേഷന് ശേഷം എല്ലാവരും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങളെ ഇപ്പൊ നമ്മൾക്കറിയാം, സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ക്യാമറ ഉണ്ട് നമ്മുടെ റോഡുകളിൽ അല്ലെ, അതൊക്കെ കെൽട്രോൺ ആണ് നമ്മുടെ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ നെറ്റ്വർക്ക് ലാൻഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം അവിടേക്ക് ഇന്റർനെറ്റ് വഴി ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ സെൻസറുകളെയും അല്ലെങ്കിൽ ക്യാമറകളെയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെയും ഒക്കെ നമ്മുടെ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലേ, സ്മാർട്ട് വാച്ചുകളെ, സ്മാർട്ട് ബാൻഡുകളെ, നമ്മുടെ ഫോണുകളെ, നമ്മുടെ കാറുകളെ, അതൊക്കെ വില കൂടിയ കാറുകൾ മാത്രമേ ഇപ്പോൾ ലഭ്യമാവുന്നു എന്നുള്ളൂ. അപ്പൊ നമ്മുടെ കാറുകളിലൊക്കെ എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ, ആൻഡ്രോയിഡ് ഗോ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്ററും TV ഇതൊക്കെ സ്മാർട്ടാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇന്റർനെറ്റ് ശൃംഖലയിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പൊ കാറിൽ എയർ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മെസ്സേജ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ റെഫ്രിജറേറ്ററിലെ കൂളിംഗ് എന്താണ്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട് എത്തുന്നതിന് അരമണിക്കൂർ മുമ്പാണെങ്കിൽ നിങ്ങളുടെ വാഹനം അരമണിക്കൂറിന് ശേഷം നിങ്ങളുടെ വീട്ടിലെത്തുമെന്നുണ്ടെങ്കിൽ വീട്ടിലെ AC ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് നമ്മളത് കണ്ടിരുന്നത് എന്താണ്, അതൊരു ഓട്ടോമേഷൻ ആണ്. തീർച്ചയായിട്ടും ഒരു ഓട്ടോമേഷൻ ആണ്. അതിന്റെ തലം ഒന്ന് മാറി എന്നുള്ളതാണ്. അത് മാറി ഇത്തരത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഇതിലെ ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻസ് വന്നു. അപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ഇതാണ്, ഈ IoT എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റ് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സൈക്കിൾ ഓട്ടാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരു സ്മാർട്ട് ബാൻഡ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ്സ് വളരെ കുറഞ്ഞു പോവാണ്. നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ കൂടുകയാണ് ചെയ്യണം അല്ലെ, പെട്ടെന്ന് കുറഞ്ഞു പോയി ഫെയിന്റ് ചെയ്ത് നിങ്ങൾ മയങ്ങി വീഴുവാണെങ്കിൽ അപ്പോൾ തന്നെ എമർജൻസി മെസ്സേജ് പോവാനും അത് നിങ്ങളുടെ വീട്ടിലെത്താനും, ആ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ആളെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റലിലെ സെർവറിൽ നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലിൽ ചികിത്സിക്കപ്പെട്ട ആളാണെങ്കിലും നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ആ ഒരു കമ്പ്യൂട്ടറിൽ ലഭിക്കാനും ഒക്കെ ലഭിക്കും. ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ ജസ്റ്റ് ഒരു ഓട്ടോമേഷൻ അല്ല, ഇത് വരും കാലത്ത് ഇതൊക്കെ നിങ്ങൾ എവിടെ പോയാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ എവിടെ പോയാലും എന്നുള്ള രീതിയിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കണം. അപ്പൊ ഇതിനെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയാ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു മരം ചെടി വളരുന്നതും അത് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനും, മറ്റൊരു ചെടി വളരുന്നു, ആ ചെടി വളരുമ്പോൾ ആ ചെടി നന്നായി വളർന്നു, എന്റെ ചെടി നന്നായിട്ട് വളർന്നില്ല എന്നെങ്കിൽ എന്തുകൊണ്ട് വളർന്നില്ല എന്നുള്ളത് മറ്റൊരു ചെടിയുടെ വളർച്ചയെ നോക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ബന്ധപ്പെട്ടിരിക്കണം. അതൊക്കെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഡിവൈസുകളിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ലെൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഗൂഗിൾ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിന്റെ ഒരു ഗ്ലാസ് അവർ കൊണ്ടുവന്നിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ അത് ധരിച്ച് നടക്കുവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അത് പഠിച്ചെടുത്ത് അത് വായിച്ച് തർജ്ജമ ചെയ്യും. ഇതേ ഗൂഗിൾ ലെൻസ് തന്നെയാണ് ആ ഒരു ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്തിരുന്നത്. അതായത് അതൊരു കണ്ണടയാണ്. ആ കണ്ണട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ നമ്മൾ ഈ ഫോണിൽ ചെയ്യുന്ന അതേ കാര്യം നിങ്ങളൊരു കണ്ണട വെച്ച് നടക്കുന്നു, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഗൂഗിൾ ലെൻസിൽ ഇത് കാണുന്നു. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നു. അത് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ ഇതേ പറയുന്ന ഗൂഗിൾ ലെൻസ് ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. പക്ഷെ അതിന് ചില പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഗൂഗിൾ അത് പിൻവലിക്കുകയായിരുന്നു.
ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? എനിക്ക് അധ്യാപകർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നു എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, കൂടുതൽ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.